പല പബ്ലിക്കിനും അറിയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെൻ ദേ തിങ്ക് അബൌട്ട് എ ഡെന്റിസ്റ്റ്, അവരുടെ മൈൻഡിൽ മെയിൻലി വരുന്നത് ഒരു പല്ലിന് എന്തും ചെയ്യുന്ന ഒരു ഡോക്ടർ മാത്രമായിട്ടാണ് അവർ ഡെന്റിസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അതിലും പുറമെ എത്രത്തോളം അതിന് അഡ്വാൻസ്മെന്റ്സ് ഉണ്ട്. നമുക്കിപ്പം മുഖത്തിലെ പല പല കാര്യങ്ങളും മാറ്റിവെക്കാൻ പറ്റുന്നതും ഡെന്റിസ്റ്റിയിൽ വരുന്ന ഒരു ഫീൽഡാണെന്ന് പലർക്കും അറിയുന്നില്ല. സോ ആക്ച്വലി ഇന്ത്യയിലാണ് മേജർലി അങ്ങനെ ഒരു ജനറൽ പബ്ലിക്കിന് എഡ്യൂക്കേഷൻ കുറവായി വരുന്നത്. ഇഫ് യു ലുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ, ദർ ഇസ് ആക്ച്വലി എ ലോട്ട് ഓഫ് അഡ്വാൻസ്മെന്റ്സ് വെൻ ഇറ്റ് കം ടു പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. അവർക്ക് ഇതുപോലെ തന്നെ ക്യാൻസർ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അവർ റീഹാബിലിറ്റേഷന് ഒരുപാട് അവർ സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ക്യാൻസർ വന്ന് ആ പാർട്ട് റിമൂവ് ചെയ്യാന്നല്ലാതെ പിന്നെ പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആക്ച്വലി അത്ര എംഫസൈസ് ചെയ്യുന്നില്ല. എവിടെയാണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ മെയിൻലി ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് കാർസിനോമ വന്നിട്ടുണ്ടെങ്കിൽ ജനറൽ സർജൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിനെ പലപ്പോഴും ഇറ്റ്സ് ദാറ്റ് അത് ഒരു ആ ക്യാൻസർ പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റെ ലൈഫ് ബെറ്റർ ആയി എന്നുള്ളൊരു ആ ഒരു മെൻറ്റാലിറ്റി ഈവൻ ഡോക്ടേഴ്സിലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നു, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരേണ്ട ഒരു മെൻറ്റാലിറ്റി, അത് തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഡിസീസ് മാറിക്കഴിഞ്ഞ് നമുക്ക് എങ്ങനെ പഴയ സ്റ്റേറ്റിലോട്ട് റിവേർട്ട് ചെയ്ത് പോകാം എന്നുള്ളത് പലപ്പോഴും നമ്മൾ തന്നെ ലാക്കിംഗ് ആണ്. ബേസിക്കലി അവിടെ കോൺഫിഡൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ. അത് ക്യാൻസർ കഴിഞ്ഞാലും നമുക്ക് അത് കഴിഞ്ഞൊരു ലൈഫ് ഉണ്ടല്ലോ. അപ്പം ആ ലൈഫിലോട്ട് നമുക്ക് ഇനി എങ്ങനെയൊക്കെ പോകാം, അതോ നമ്മൾ ആ ഡിസീസ് ഫ്രീ മാത്രം ആയാൽ മതിയോ, തിരിച്ച് മറ്റേ ലൈഫിലോട്ടേക്ക് പോകണ്ടേ, ആ ഒരു തോട്ട് പ്രോസസ്സ് വരേണ്ട ആവശ്യം പബ്ലിക്കിലായാലും ഉണ്ട്, ഡോക്ടറിൻ്റെ ഉള്ളിലും ആവശ്യമുണ്ട് അത്. സോ ഐ തിങ്ക് വേർ നോർമലൈസേഷൻ ഷുഡ് ഹാപ്പൻ ഇസ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക ഡോക്ടേഴ്സ്. വെറും സർജൻ മാത്രമല്ലാതെ ഇറ്റ് ഷുഡ് ബി എ ടീം ഓഫ് സർജൻസ് ആൻഡ് ഡെന്റിസ്റ്റ് ആൻഡ് എവ്രി വൺ ഹൂ ഈവൻ ഇൻകോപ്പറേറ്റ്സ് ദ പേഷ്യൻസ് നീഡ്സ്. ഓൺലി ഡിസീസിനെ റിമൂവ് ചെയ്യല്ലാതെ പേഷ്യൻറ്റിന് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി ഐ തിങ്ക് ഇറ്റ് വുഡ് ഗെറ്റ് എ ലോട്ട് ബെറ്റർ.